വിശുദ്ധ ലോറൻസ് പുരാതന റോമൻ സഭയിൽ ഏറ്റവുമധികം ആദരിക്കപ്പെട്ടിരുന്ന വിശുദ്ധരിൽ ഒരാളായിരുന്നു യുവഡീക്കനും ധീരരക്തസാക്ഷിയുമായിരുന്ന വിശുദ്ധ ലോറൻസ്. വിശുദ്ധരുടെ തിരുനാൾ ദിനങ്ങളുടെ റോമൻ ആവൃത്തി പട്ടികയിൽ വിശുദ്ധന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാളുകൾക്ക് ശേഷം ഉന്നത ശ്രേണിയിൽ വരുന്നത് വിശുദ്ധ ലോറൻസിന്റെ തിരുനാൾ ദിനമാണ്. വിശുദ്ധ ലോറൻസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഐതിഹ്യപരമായ വിവരങ്ങൾ അനുസരിച്ച് സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പയുടെ ശിഷ്യനായിരുന്ന ലോറൻസിനെ അവന്റെ പ്രത്യേകമായ കഴിവുകളേക്കാൾ അധികമായി അവന്റെ നിഷ്കളങ്കത കാരണമാണ് പാപ്പ കൂടുതലായി ഇഷ്ടപ്പെട്ടത്. അതിനാലാണ് പാപ്പ അവനെ 7 ഡീക്കന്മാരിൽ ഒരാളാക്കിയതും ആർച്ച് ഡീക്കൻ പദവിയിലേക്ക് ഉയർത്തിയതും. ഇതിനാൽ തന്നെ ലോറൻസിന് അൾത്താര ശുശ്രൂഷ ദൗത്യവും പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ വശത്തായി സ്ഥാനം നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ ദേവാലയ വസ്തുവകകളുടെ നോക്കി നടത്തിപ്പും ദരിദ്രരെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്വവും ലോറൻസിൽ നിക്ഷിപ്തമായിരുന്നു. ഒരു റോമാക്കാരന്റെ ഭവനത്തിൽ വെച്ച് ലോറൻസ് തന്റെ ആത്മീയ പിതാവിന്റെ നിർദ്ദേശം നടപ്പിലാക്കിക്കൊണ്ടിരിക്കെ ക്രിസന്റിയൂസ് എന്ന പേരായ ഒരു അന്ധൻ തന്നെ സുഖപ്പെടുത്തണമെന്ന ആവശ്യവുമായി വിശുദ്ധനെ സമീപിച്ചു. ദിവ്യനായ ആ ഡീക്കൻ അവന്റെ മേൽ ഒരു കുരിശടയാളം വരച്ചുകൊണ്ട് അവന്റെ കാഴ്ച അവന് തിരിച്ചു നൽകി. സിക്സ്റ്റസ് പാപ്പായുമായുള്ള ലോറൻസിന്റെ ബന്ധത്തിൽ നിന്നും വിശുദ്ധൻ ദേവാലയ സ്വത്തുക്കളുടെ സൂക്ഷിപ്പുകാരനായിരുന്നുവെന്ന് മനസ്സിലാക്കിയ അധികാരികൾ വിശുദ്ധനെ ബന്ധസ്ഥനാവുകയും ഹിപ്പോളിറ്റോസിന്റെ നിരീക്ഷണത്തിന് കീഴിലാക്കുകയും ചെയ്തു. ദേവാലയ സ്വത്തുക്കൾ തങ്ങൾക്ക് അടിയറ വെക്കണമെന്ന അധികാരികളുടെ ഉത്തരവിന്മേൽ വിശുദ്ധൻ അതിനായി 2 ദിവസത്തെ സമയം ചോദിച്ചു. അവരെ ന്യായാധിപന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് വിശുദ്ധൻ ഇപ്രകാരം പറഞ്ഞു: ഇതാ ദേവാലയത്തിലെ സ്വത്തുക്കൾ. തുടർന്ന് വിശുദ്ധനെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി. ചവിട്ടികൊണ്ടുള്ള അടികളും മൂർച്ചയുള്ള തകിടുകൾ കൊണ്ടുള്ള മുറിവേൽപ്പിക്കലും ഇതിൽ ഉൾപ്പെടുന്നു. അതിനിടയിലും വിശുദ്ധൻ, കർത്താവായ യേശുവേ, ദൈവത്തിൽ നിന്നുമുള്ള ദൈവമേ, നിന്റെ ദാസന്റെ മേൽ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് വിശുദ്ധനെ അവർ ചുട്ടുപഴുത്ത ഇരുമ്പ് പലകയിൽ കിടത്തി. പകുതി ശരീരം വെന്ത വിശുദ്ധൻ തന്റെ പീഡകരോട് പരിഹാസരൂപേണ ഇപ്രകാരം പറഞ്ഞു: എന്റെ ശരീരത്തിന്റെ ഈ വശം ശരിക്കും വെന്തു, ഇനി എന്നെ മറിച്ചു കിടത്തുക. അവർ അപ്രകാരം ചെയ്യുകയും ചെയ്തു. വീണ്ടും വിശുദ്ധൻ അവരോട് പറഞ്ഞു: ഞാൻ പൂർണ്ണമായും വെന്തു പാകമായി, ഇനി നിങ്ങൾക്ക് എന്നെ ഭക്ഷിക്കാം. പിന്നീട് വിശുദ്ധൻ ദൈവത്തിന് ഇപ്രകാരം നന്ദി പ്രകാശിപ്പിച്ചു: കർത്താവെ, നിന്റെ അടുക്കൽ വരുവാൻ എന്നെ അനുവദിച്ചതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. വിമിനൽ കുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയ വിശുദ്ധന്റെ മൃതശരീരം ടിബൂർത്തിനിയൻ പാതയിൽ അടക്കം ചെയ്തു. പിന്നീട് കോൺസ്റ്റന്റൈൻ കാലത്ത് വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നിടത്ത് ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു.